അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? റബീഉൽ അവ്വൽ മൗലിദിന്റെ സദസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിരുന്നോ? റബീഉൽ അവ്വൽ നമ്മോട് വിട പറഞ്ഞില്ലേ? ധാരാളം സ്വലാത്തുകളും മൗലിദിന്റെ സദസ്സുകളൊക്കെ പങ്കെടുക്കാൻ നമുക്കൊക്കെ സാധിച്ചില്ലേ? അല്ലാഹു തആല അതൊക്കെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ അല്ലേ? കഴിഞ്ഞ അഖ്ലാഖിലെ അയൽവാസികൾ എന്ന പാഠം കഴിഞ്ഞ ക്ലാസ്സിൽ അല്പം നാം ചർച്ച ചെയ്തു. ഇനി ബാക്കിയുള്ള പാഠഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടയലത്ത് താമസിക്കുന്ന ആളുകൾ അല്ലേ? നമുക്ക് വല്ല ആപത്തും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാരെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഓടി വന്ന് നമ്മെ സഹായിക്കും അല്ലേ? അതാണ് അയൽവാസികൾ. അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു. ഇനി അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് നാം പറയുന്നത്. അയൽപക്കത്തുള്ളവർ തമ്മിൽ വഴക്ക് കൂടിയാൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടാകും അല്ലേ? അയൽവാസികൾ തമ്മിൽ വഴക്കുണ്ടായി ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടി, അങ്ങനെ ചെറിയ നിസ്സാര കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? വഴക്കുണ്ടാക്കിയാൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടാകും. കാരണം എന്താ? നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഓടിച്ചെല്ലാറുള്ളത് എടുക്കാണ് നമ്മുടെ അയൽവാസികൾ. നമുക്ക് വല്ല അപകടം സംഭവിച്ചാൽ ആദ്യമായി ഓടി വരേണ്ടത് ആരാണ്? നമ്മുടെ അയൽവാസികളാണ്. അങ്ങനെയുള്ള അയൽവാസികൾ തമ്മിൽ വഴക്ക് കൂടി പ്രശ്നമായി തെറ്റി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതമാകെ ബുദ്ധിമുട്ടാവും. ഒരിക്കലും നാം അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ പാടില്ല. പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് വീണ്ടും പരസ്പരം സഹായത്തോടും സഹകരണത്തോടും കൂടി ജീവിക്കുക. മനസ്സിലായോ? അയൽവാസികൾ പരസ്പരം ഒത്താശകൾ ചെയ്യണം. എന്താ ഒത്താശ പറഞ്ഞാല്? നമുക്ക് സഹായങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കുക. അവരുടെ അയൽവാസിയിൽ ഒരു കല്യാണമുണ്ട്, ആ കല്യാണ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ നാം ചെയ്തു കൊടുക്കുക. അയൽവാസിയിൽ ഒരാൾ മരിച്ചു, എന്നാൽ ആ മരിച്ച വീട്ടിലുള്ള ആളുകൾക്ക് അന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കോ? ഇല്ല. അപ്പൊ നമ്മൾ അയൽവാസികൾ എന്ത് ചെയ്യുക? ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടുകാരെ കൊണ്ടു ഭക്ഷിപ്പിക്കുക. ഇങ്ങനെ അയൽവാസികൾ പരസ്പരം ഒത്താശകൾ ചെയ്തു കൊടുത്ത് ജീവിക്കണം. അയൽവാസികൾ ആർക്കെങ്കിലും രോഗങ്ങൾ ഉണ്ടായാൽ ഇടയ്ക്കിടെ ചെന്ന് അവരെ സന്ദർശിക്കണം, അവരെടുത്ത് പോയിരിക്കണം. കാരണം എന്താ? നമ്മൾ അയൽവാസികൾ അവരുടെ ഇരിക്കുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ രോഗിയായാൽ ഇടയ്ക്കിടെ പോയിട്ട് അവരെ കണ്ടുപോരണം. അവർക്ക് ബുദ്ധിമുട്ടി വരുമ്പോൾ നാം അവരെ സഹായിക്കണം. കടവും വായ്പയും ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കണം. നമ്മളെ വീട്ടിൽ പൈസയുണ്ട്, അല്ലെങ്കിൽ ഉപ്പാന്റെ അടുത്ത് പൈസയുണ്ട്, അവര് നമ്മളെ വീട്ടിൽ വന്നുകൊണ്ട് വായ്പ ചോദിച്ചു, എനിക്കൊരു 1000 രൂപ തരണം, ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തരാം അല്ലെങ്കിൽ നാളെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവർക്ക് കൊടുക്കണം. നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ട്, പക്ഷെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി നീക്കി വെച്ചതാണ്, ഇനി ആവശ്യത്തിന് നാളെ പോകാനുള്ളതാണ്, അത് ഇന്ന് വൈകുന്നേരത്തിൽ കൊടുക്കാനുള്ള പൈസയാണ്. അപ്പൊ അവരോട് പറയുന്നത് 1000 രൂപ ഉണ്ട്, ഇന്ന് എനിക്ക് എന്നിനെ അത് കൊടുക്കാറുണ്ട്, ആ പൈസയേ ഉള്ളൂ, വേറെ പൈസ എൻ്റെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരോട് സത്യം പറയണം. എന്നാലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കടം ചോദിച്ചു വന്നാൽ നാം കൊടുക്കണം. എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ടുമില്ല എന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? അവർക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ, അയൽവാസിയുടെ വീട്ടിൽ ഒരാൾക്ക് എന്തൊരു ആപത്ത് സംഭവിച്ചു, അപകടം സംഭവിച്ചു, എന്നാൽ അവർക്ക് വിഷമല്ലേക്കാണോ?
ആ വിഷമത്തിൽ നാം പങ്കാളികളാവണം. വല്ലാത്തൊരവസ്ഥയിലേക്ക് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? അവർ വ്യസനപ്പെടുമ്പോൾ, അവർ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസം അയൽവാസികളായ നമുക്കുണ്ടാകണം. അവർക്കൊരു സന്തോഷമുള്ള അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ, സന്തോഷവേളയാണെങ്കിൽ, അവിടെ വീട്ടിൽ അയൽവാസി കല്യാണമാണ്, സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ, അല്ലെങ്കിൽ അവിടെ കുട്ടി ജനിച്ചിട്ടുണ്ട്, സന്തോഷിക്കേണ്ട ദിവസങ്ങളല്ലേ, അങ്ങനെ സന്തോഷവേളയിൽ നമുക്കും എന്ത് ചെയ്യണം? സന്തോഷമുണ്ടാവണം. ചില ആളുകളൊക്കെ എങ്ങനെ, എന്താ, അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാൽ അവർക്ക് കിട്ടണത്, അവൻ അത്രയും മോശക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹു തആല കേൾക്കുന്നില്ല ഇതൊക്കെ. അള്ളാഹു നമുക്കും അങ്ങനെ അപകടം തരുകയാണെങ്കിലോ ഒരിക്കലും നമ്മൾ പറയരുത്. അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായാൽ നമുക്ക് വെറുപ്പ് തോന്നരുത്, അസൂയ തോന്നരുത്. നമ്മളവിടെ പോയിട്ട് സന്തോഷിക്കും. അവിടെ ഒരു കുട്ടിക്ക് SSLC പരീക്ഷയിൽ ഉള്ള വിഷയത്തിൽ A+ കിട്ടി വിജയിച്ചു, സന്തോഷല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾ ആ കുട്ടിയെ പോയിട്ട് ആശീർവദിക്കണം. അതാ വേണ്ടത്. അയൽവാസിയായ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ സന്തോഷങ്ങളിലൊക്കെ പങ്കുചേരണം. അവർക്ക് വിഷമം വരുമ്പോൾ ആ വിഷമത്തിൽ നമുക്കും വിഷമം ഉണ്ടാവണം. വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അവർക്ക് വെറുക്കുന്ന ഒരു കാര്യം നമ്മളിൽ നിന്നുണ്ടാകരുത്. കാരണം എന്താ? നമ്മൾ അയൽവാസികളല്ലേ, അവരെ നമ്മൾ വെറുപ്പിക്കുന്നൊരു കാര്യം ഉണ്ടാവും. അവിടെ പറമ്പിലേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കൊണ്ടുപോയെടുക്കും. അവിടെ വസ്തുക്കളൊന്നും കട്ടെടുക്കരുത്. അവിടെ അയൽവാസിയുടെ കുട്ടികളെ നമ്മൾ വെറുപ്പിക്കരുത്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അവർക്ക് വെറുപ്പുണ്ടാകുന്ന ഒരു കാര്യവും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. വല്ല അനിഷ്ടവും അവരിൽ നിന്ന് സംഭവിച്ചാൽ അത് സഹിക്കുകയും പൊറുക്കുകയും വേണം. എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാതെ ഉണ്ടായി എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ അയൽവാസിയല്ലേ, അതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ല, ഞാൻ പൊറുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരോട് പറയാം, അതൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ പോകണ്ട, നമ്മൾ അയൽവാസിയാണ്, അതുകൊണ്ട് നിങ്ങളത് ചോദിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മള് അത് സഹിക്കുകയും പൊറുക്കുകയും ചെയ്യണം. മനസ്സിലായോ? ഇനി എല്ലാവരും പുസ്തകം എടുക്കൂ, ഞാൻ വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ 5 വരി നാം പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ആർക്കെങ്കിലും രോഗമുണ്ടായാൽ ഇടയ്ക്കിടെ ചെന്ന് കണ്ട് കൊണ്ടിരിക്കണം. അവർ ബുദ്ധിമുട്ടുമ്പോൾ സഹായിക്കണം. എല്ലാവരും കയ്യിന് വെല്ലവെക്കൂ. കടവും വായ്പയും ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കണം. അവർക്ക് വല്ല ആപത്തും നേരിട്ടാൽ അവരുടെ വ്യസനത്തിലും സന്തോഷവേളകളിൽ അവരുടെ സന്തോഷത്തിലും നാം പങ്കുകൊള്ളണം. വെറുപ്പുണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിയും നമ്മളിൽ നിന്നുണ്ടാകാതെ ശ്രദ്ധിക്കണം. വല്ല അനിഷ്ടവും അവരിൽ നിന്നും സംഭവിച്ചാൽ അത് സഹിക്കുകയും പൊറുക്കുകയും വേണം. മനസ്സിലായോ? ഇതാണ് നമ്മൾ അയൽവാസികളെ കുറിച്ച് പഠിച്ചത്. ഇപ്പോൾ എല്ലാവരും പുസ്തകം എടുക്കൂ. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കാൻ, നിങ്ങൾ ഉറക്കെ വായിക്കണം. പാഠം 7. അയൽവാസികൾ. ഉറക്കെ വായിക്കൂ. അയൽവാസികളുമായി ഉറക്കെ വായിക്കണം. സന്തോഷത്തിലും സ്നേഹത്തിലും വർത്തിക്കണം. നമുക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ ദൂരെ താമസിക്കുന്ന കുടുംബക്കാരേക്കാൾ മുമ്പേ നമ്മെ സഹായിക്കാൻ ഓടിയെത്തുക അയൽവാസികളാണ്. അകന്ന മിത്രത്തേക്കാൾ ഭേദം അടുത്ത ശത്രുവാണെന്നാണ് പഴമൊഴി. അയൽപക്കത്തുള്ളവർ തമ്മിൽ വഴക്കു കൂടിയാൽ ജീവിതം തന്നെ ബുദ്ധിമുട്ടും. അയൽവാസികൾ പരസ്പരം ഒത്താശകൾ ചെയ്യണം.
ഇനി നോക്കൂ, ആർക്കെങ്കിലും രോഗമുണ്ടായാൽ ഇടയ്ക്കിടെ ചെന്ന് കണ്ട് കൊണ്ടിരിക്കണം. അവർ ബുദ്ധിമുട്ടുമ്പോൾ സഹായിക്കണം. ഉറക്കെ വായിക്കൂ. കടവും വായ്പയും ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുക്കണം. എന്താ വായ്പ പറഞ്ഞാൽ? വല്ല കൈക്കോട്ടോ കത്തിയോ അല്ലെങ്കിൽ പിക്കാസൊക്കെ പറയില്ല നമ്മൾ, അതൊക്കെ നമ്മൾ വായ്പ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എന്താണ് വായ കുഴിച്ചിടാണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൈക്കോട്ടൊന്ന് തരുമോയെന്ന് ചോദിക്കുമ്പോൾ കൊടുക്കണം. ഇല്ലാന്ന് ഉണ്ടായിട്ട് കൊടുക്കാൻ പാടുണ്ടാവും. കൊടുക്കണം. പിന്നെ നോക്കൂ, അവർക്ക് വല്ല ആപത്തും നേരിട്ടാൽ അവരുടെ വ്യസനത്തിലും സന്തോഷവേളകളിൽ അവരുടെ സന്തോഷത്തിലും നാം പങ്കുകൊള്ളണം. വെറുപ്പുണ്ടാകുന്ന യാതൊരു പ്രവൃത്തിയും നമ്മിൽ നിന്നുണ്ടാകാതെ ശ്രദ്ധിക്കണം. വല്ല അനിഷ്ടവും അവരിൽ നിന്ന് സംഭവിച്ചാൽ അത് സഹിക്കുകയും പൊറുക്കുകയും വേണം. മനസ്സിലായോ? ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വായിച്ച് പഠിക്കുക. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നല്ലൊരു കഥ പറയണം. കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കഥ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ലവണ്ണം ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിക്കണം. അപ്പോഴേ മനസ്സിലേക്ക് നമുക്ക് കയറുകയുള്ളൂ. പരീക്ഷയ്ക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ തലക്കന്ന് വായിച്ച് വരിക. മനസ്സിലായോ? കയ്യന്തിക്ക് എല്ലാവരും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.